ഹായ് ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. മലപ്പുറത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അച്ഛൻ്റെ ക്യാൻറ്റീനിൽ പോവാണ് സാധനം എടുക്കാൻ. പിന്നെ ഇന്ന് ഇവിടെ ഉത്സവമാണ്, എന്തോ വൈകുന്നേരം കലശമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടില്ല, ഈ കൊല്ലമാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് നിങ്ങളെയും കൂടെ കാണിക്കാം. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരം അതും കാണാം. രാവിലെ നമുക്ക് ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് വിശേഷം കാണാം. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ജോലിക്ക് പോവും. ഞാനും അച്ഛനും ഷാമും കൂടെയാണ് പോണത്. അമ്മയെ നമ്മൾ ജോലി സ്ഥലത്തേക്ക് ആക്കിയിട്ടാണ് പോണത്. ഷാമു കുളിച്ചാ? ഇങ്ങോട്ട് വാ. ഷാമു ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, വരില്ലായിരിക്കും. ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഷർട്ട് ഇട്ടിട്ടില്ല. ഞങ്ങൾ കഴിക്കട്ടെ. ഇന്നിവിടെ നീർദോശയും ചമ്മന്തിയാണ്. അപ്പം നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതിന് പോകാനുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചാൽ മതി. ദോശയും ചമ്മന്തി. ഇവിടെ ശ്യാമ് ഉത്സവത്തിന്റെ കാര്യം പറയാ. എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേഷനിലൂടെയാണ് കൊണ്ടുവന്നേക്കണത്. ഇവിടെ അടിപൊളിയാണ്, നീ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലേ ശ്യാമേ? അതെ, എന്താന്ന് വൈകുന്നേരം നമുക്ക് കണ്ടറിയാം. ആണോ? ജലദോഷം ഉണ്ടോ? അങ്ങനെ നമ്മൾ പോകാനിറങ്ങി. അമ്മേനെ ആദ്യമേ ഹോസ്പിറ്റലിൽ വിടും, എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ടെന്ന് തോന്നുന്നു. മലപ്പുറം, കറക്റ്റ് മലപ്പുറത്താണ്. എന്താ റോഡ് ബ്ലോക്ക് ആക്കണേ? എന്താ വിചാരം? അപ്പൊ ശരി ബൈ. അപ്പൊ ഓക്കെ. ഇവിടെ ഒപ്പി തുടങ്ങിയില്ലേ? ഇവിടെ ഒപ്പി 9 മണിക്ക് തുടങ്ങൂലേ? ശ്യാമേ, ഒപ്പി 9 മണിക്ക് തുടങ്ങൂലേ? ഇവിടെ ആരും കാണാനില്ലല്ലോ. അടി പറയാ, അടി. ഇറാഖ്. ഇത് അച്ഛന്റെ കൂട്ടുകാരനാണ്. ചേട്ടനും ക്യാൻറ്റീനിലെ സാധനം എടുക്കാൻ ഒന്നും പറയാറില്ലേ ശ്യാമിന്? അല്ല, അങ്ങനെയല്ല. ഈ കുറച്ചും കൂടി അവന്റെ പ്ലെയിൻ പോകുമ്പോ പിന്നെ അവന്റെ പൊങ്ങച്ചം പറച്ചിലുണ്ടല്ലോ, അതാണ്. അതപ്പോ അവിടുത്തെ ജനങ്ങൾ വിടൂല, പട്ടാളക്കാരെ. അത് ഭയങ്കര ഇതാണ്, ഒരാൾ മരിക്കാൻ പറ്റില്ല. പ്രശ്നം അവിടുത്തെ ഒരു പട്ടാളക്കാരനും മരിക്കണത് ഇഷ്ടമല്ല അവിടുത്തെ ജനങ്ങൾക്ക്. അപ്പൊ അവര് പ്രശ്നം ഉണ്ടാക്കും. നമ്മളെ മാതിരിയല്ല ഇന്ത്യയിലാ പോയി. അങ്ങനെ നമ്മള് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിട്ടോ. ഞാൻ ഉറങ്ങുമായിരുന്നു, നല്ല ഉറക്കം വരിക. അവര് യുദ്ധത്തിന്റെ കഥ പറയായിരുന്നു, ഇറാൻ ഇറാഖ്. ഞാൻ ഉറങ്ങി. ശ്യാമ അവിടെ വെറുതെ കുന്തം പോലെ ഇരിക്കുകയായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്കാട്ടോ പോണേ. ഇതിന്റെ ഉള്ളിലാണ്, പോയി നോക്കാം. ശ്യാമേ, ഉത്സവത്തിനെ പറ്റി 2 വാക്കുകൾ പറയൂ. എന്താ? ഇങ്ങോട്ട് നോക്ക്. ഉത്സവം എന്താണ്? ഉത്സവം കണ്ടറിയാം. ഇങ്ങനെ ചില്ലിന്റെ കൂട്ടിൽ വെക്കൂട്ടോ. നമ്മള് വേണ്ടത് എഴുതണം. അവിടെ ഒന്നുമില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ പോവാം. അത് വേറെ ഈ ഐറ്റങ്ങൾ പണിയുള്ളൂ. ഈ നമ്പറാണ് കേട്ടോ എഴുതണേ. നമ്പർ അവരെടുത്തു തരും. അങ്ങനല്ല എനിക്ക് തോന്നുന്നുണ്ട്. ഇത് വേണോ? മിൽക്കി ഡയറി മിൽക്കോ? അതൊക്കെയാണോ? വേണ്ട. സ്ട്രൈറ്റ്നറും ഡ്രയറും കൂടെ 1800 ഉള്ളൂ. ഞാനിത് കടയിൽ നിന്ന് ഈ സ്ട്രൈറ്റ്നർ മാത്രമേ വിലയ്ക്ക് മേടിച്ചു. പറഞ്ഞോ. നമ്മളങ്ങനെ സാധനമൊക്കെ മേടിച്ചിറങ്ങി. പക്ഷെ ഇപ്രാവശ്യം സാധനങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് അച്ഛൻ പറയണത്. അധികമൊന്നും ഇല്ല. 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. നമുക്ക് ഭാഗ്യമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക്, ഞാനും ശ്യാമാണല്ലോ അങ്ങനെ വരാത്തത്. ഇന്ന് വന്നപ്പോൾ സാധനം ഇല്ല. ഇവിടെ നിന്ന് പോന്നു. ഇവിടെ ചെറിയൊരു ക്യാൻറ്റീൻ കേട്ടോ. കോഴിക്കോടാണ് വലിയ ക്യാൻറ്റീന് അല്ലേ? സൂപ്പർ മാർക്കറ്റ് പോലെയാണെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ വന്നുകൊണ്ടാന്ന് തോന്നുന്നു സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടതൊക്കെ പെറുക്കിയിട്ടിട്ടുണ്ട്. ശ്യാമണ്ണ വെറുതെ വിട്ടിട്ടില്ല. എല്ലാ ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട്. അല്ലേ ശ്യാമ?
നമ്മൾക്കും കാത്തുക്കാൻ ശ്യാമ എല്ലാം വാരി എടുത്തിട്ടില്ലേ അച്ഛാ? ശ്യാമ എല്ലാം വാരിപ്പറക്കിയിട്ടില്ലേ? എല്ലാം വാരിപ്പറിക്കും. 3 ബിസ്ക്കറ്റ് വേറെ റോട്ടിൽ ഇറക്കി വിട്ടു. ഞങ്ങൾ ഇങ്ങനെ വെയിലത്തെ കൂടെ നടക്ക. ഉത്സവപ്പറമ്പല്ല, ഇത് റോട്ടിലാണ്. കടകളൊക്കെ നോക്കി നടക്കുക. കാണിച്ചു തരാവേ. ചെറിയൊരു അമ്പലവാ. അമ്പലോ ഇവർ അമ്പലത്തിൽ നിന്ന് പോകുന്നത് ഒരു തറവാട്ട് വീട്ടിലേക്കാണ്. കുട എടുക്കാനാണ് പോകുന്നത്. ഈ കുട എടുത്തു കഴിഞ്ഞ് തുള്ളി തുള്ളിയാണ് അമ്പലത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് കലശം സ്റ്റാർട്ടാവണമെന്നാണ് പറയണത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. 2-3 പേരുടെ നെറ്റിയിൽ നിന്ന് ചോര വരുന്നുണ്ട്. അത് ഈ വാള് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയിട്ടാണ് ചോര വരുന്നത് കേട്ടാ. എവിടെ ഇതാണ് ഇവിടത്തെ ചക്കര ജിലേബി. നമ്മുടെ അവിടെ കിട്ടൂല. ഇത് മേടിക്കണ്ടേ? നുറുക്ക് ടേസ്റ്റ് ഉണ്ട്. ചൂടോടുകൂടി കഴിക്കണം. അടുത്ത വീട്ടിലെ ചേട്ടന്റെ കടയാട്ടോ. അടുപ്പ്, ചെടിച്ചട്ടി, അടുപ്പുണ്ടാക്കി കൊടുക്കും. ശ്യാമ അപ്പുറത്തെ കടയിൽ ബീഫ് മേടിക്കാൻ പോയേക്കാം. വരുന്നത് തിരുവാലി ടൗൺ, വില്ലേജ് ഓഫീസ് കയറുന്ന വഴി. ക്ഷീണമായിപ്പോയി, ഭയങ്കര വെയില്. നമ്മൾ ചോറുണ്ണാൻ പോവാണ്. സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഭയങ്കര വെയില്, രക്ഷയില്ല. ചോറിന്നട്ടെ. സാമ്പാർ, മെഴുക്കുരട്ടി, ബീഫ് കഴിച്ചു കഴിഞ്ഞിട്ടോ. ഇതാണ് ചക്കര ജിലേബി. ശർക്കര വെച്ചിട്ടുണ്ടാക്കണതാണ്. നല്ല ടേസ്റ്റ്. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരു വട്ടം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ വലിയ മധുരം ഇല്ല, കുഴപ്പമില്ല. പക്ഷെ ഇത് ചൂടോടുകൂടി തിന്നണം. ഭയങ്കര ക്രിസ്പിയാണ്. കൊണ്ടോ എനിക്ക് കുറച്ചും കൂടെ ഐസ്ക്രീമിൻ്റെ കൂടെ തിന്നണം കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഐസ്ക്രീം ഇവിടെ ഇല്ല. ഇനി കുറച്ച് നേരം ഉറങ്ങണം. ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ട്, ഘോഷയാത്ര പോലെ. അപ്പോൾ അത് കാണാൻ പോകണം വൈകുന്നേരം ഒരു 6 മണിക്ക്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഉറങ്ങട്ടെ. അപ്പം എന്തായാലും കുറച്ച് നേരം കിടക്കട്ടെ. കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. നല്ല ഉറക്കമായിരുന്നു. ഇനി ചായ കുടിക്കണം. 4 മണി കഴിഞ്ഞു. അമ്മ ഇപ്പം തരും. ചായ വേണോ ശ്യാമ? ജ്യൂസ് വേണോ? ജ്യൂസ് മതി. ശ്യാമ ഇന്ന് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരും, മാംഗോ പൾപ്പ് വെച്ചിട്ട്. ഇവിടെ നിന്ന് മാംഗോ പൾപ്പ് മേടിക്കാൻ കിട്ടും. മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയി മേടിച്ച്. അപ്പോൾ ഇന്നലെ അതാ കുടിച്ചാൽ ഇന്നും അതന്നെ കുടിക്കാം. ഭയങ്കര ദാഹം. എന്ത് ചൂടാല്ലേ, രക്ഷയില്ല. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു സുഖം. ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകണം. നമുക്കത് തുള്ളാൻ വേണ്ടി പോവുക. വെള്ളം വെച്ചോ? ഇല്ല. പിന്നെ എന്നോട് മലയാളം പറഞ്ഞ കേട്ടൂടെ? ചെറുക്കണ്
ഞാൻ ഇപ്പൊ ചേരട്ടേണ്ടി വരുള്ളൂ. ഷെയ്ക്ക് മാറ്റി പിടിച്ച് ചായക്ക് ചൂലിക്ക് ചായ കൊടുക്കാണ്. അങ്ങനെ ഞങ്ങള് പരിപാടിക്ക് പോവാണ്. ഇവിടെ ഇപ്പോൾ ഘോഷയാത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അങ്ങോട്ട് പോവാണ്. ഞാനും അമ്മയും കൂടെയാണ് ഇപ്പോൾ പോണത്. അച്ഛനും ശമ്മും പോയി കഴിഞ്ഞു. ഞങ്ങളും പിന്നെ അടുത്ത വീട്ടിലെ കുറച്ച് നൈബേഴ്സും കൂടെയാണ് പോണത്. അപ്പം എന്തായാലും നമുക്ക് ഉത്സവപ്പറമ്പിലെ വിശേഷം കാണാം. ഹായ് പറയൂ കുഞ്ഞുമണി, ഹായ് പറയൂ. ഹായ് പറഞ്ഞ കുഞ്ഞുമണി. ഞാൻ ഷൂസ് ഇടട്ടെ. ഹായ് പറയൂ. ഹലോ പറഞ്ഞേ. ഹായ് ഹായ്. ഞാൻ കുഞ്ഞുമണിയാ പറഞ്ഞേ. ഞാൻ കുഞ്ഞുമണിയാ. പഠിപ്പിച്ചില്ല ഒരു പാട്ട്? ഏത് പാട്ടാ ഞാൻ പഠിപ്പിച്ചേ? തലേ ദിവസം വരണ ഇടിയപ്പം തിന്നണം. അത് പാട് പാടത്. ഹലോ മിസ്റ്റർ പപ്പാനി. കോളങ്കര ഇന്നലെ പഠിപ്പിച്ച്. അന്ന് പഠിപ്പിച്ചാലോ മിസ്റ്റർ പപ്പാനി നാളെ എൻ്റെ ബർത്ത്ഡേ, തലേ ദിവസം വരണം ഇടിയപ്പം തിന്നണം. അത് പറ. മറന്നുപോയാ? പിന്നെ ഡാഡ് ഓർമ്മയുണ്ടാ? ഇന്നലെ പാടിയ കൃഷ്ണന്റെ പാട്ട് പാട്. പിന്നെ അഭിനയിക്കാട്ടോ, അഭിനയിക്കല്ലേ. അതെന്താ? കൊമ്പ് കണ്ട പറ്റാ മാന്റെ കൊമ്പ് പോലെ ഉണ്ട്. വീഡിയോയില് വരണില്ലാന്ന്, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലാന്ന്. കുട്ടിക്ക് എന്തിനാ ലിപ്സ്റ്റിക്ക്? ചൂണ്ട അടിപൊളിയാണല്ലോ. ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. ഇതാരാ കെട്ടിത്തോന്നേ കൊമ്പ്? ഇന്നലത്തെ പാട്ടൊന്ന് പാടിക്കൊടുത്തേ ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക് അല്ല, പാട്ട് പാടിക്കൊടുക്ക്. ബാക്കി പാട്, ഇതുവരെ അറിയുള്ളൂ. ഒരു ചൂട്ടം കട്ടിയത് അമ്മ നീ പഠിച്ചല്ലേ, എനിക്കൊരു മാഴ്ചയും കൃഷ്ണായിലെ പ്രാണന പോട്ടാ. എന്നോട് പറയാ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല. ഫോട്ടോ ഒന്നും എടുക്കല്ലേ, ലിപ്സ്റ്റിക് ഇട്ടില്ല. എല്ലാരും നടന്നാ പോകാം. ഹായ് പറയൂ. ഇതിൽ കയറണോ? ഹായ്. നെല്ലൊക്കെ ഉണ്ട്, നെല്ലൊക്കെ ഉണങ്ങി. എന്താ വേണ്ടേ? എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട്. വരുന്നുണ്ട് താലം. തിരക്കുണ്ട്. ബസ്സൊക്കെ ഏത് റൂട്ടിലാ? ആര്? ശ്യാമ് എന്തൊക്കെയോ തള്ളി. അതിന്റെ സൈഡിൽ കൂടെ നമ്മുടെ തീറ്റയും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ചൂടില്ല പക്ഷെ ഞാൻ വന്ന പോലെ ഉണ്ട് അല്ലേ. മോരും വെള്ളം കുടിച്ചോ? അവിടെ ഫ്രീ ആയിട്ട് മോരും വെള്ളം ഞങ്ങളാണ് വന്ന് പറഞ്ഞത്. അന്ന് വൈകുന്നേരമായിരുന്നു ബ്ലഡ് മൂൺ. അപ്പം നമ്മളെല്ലാവരും മൂണിൽ നോക്കി ഇരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. റെഡ് കളർ തന്നെയായിരുന്നു. തിരക്കും
ഫ്രണ്ടിൽ നിന്ന് മാറുന്നില്ല കേട്ടോ, തിന്നാൻ വേണ്ടി വന്നതാ. ഈ കടയുടെ മുന്നിൽ നിന്ന് മാറണേ ഇല്ല, എല്ലാ ഫ്രെയിമും ഇതിലാ. സ്റ്റോപ്പിൽ വന്നു, അടുത്ത സ്റ്റോപ്പിൽ വന്നു. വേണ്ട വേണ്ട, അമ്മ എവിടെ പോയാവോ? അമ്മ ഇവിടെ ഇരിക്കാൻ കയറിട്ടോ. ഞങ്ങള് കുഞ്ഞപ്പാലുണ്ടേ ടീച്ചർമാരാണ് തരുവാ. ഇതെന്താ അവിടെ കൊച്ചു വേറെന്താ കൊണ്ട്? ഇവിടെ പാനിപ്പൂരി കഴിക്കാൻ. ഇടിയാണ് ഗൈസ്, ഇടി. പിള്ളേർ തമ്മിൽ ഇടി. ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിലാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഞങ്ങളത് വന്നില്ല, സ്ഥലമില്ല, വരിപ്പോ. കാപ്പി, നെയ് റോസ്റ്റ്. അതെന്താ മഷ്റൂമോ? ദോശക്കടകളുടെ സ്ഥലമില്ല. കാപ്പിയും ദോശയും. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. പ്രതീക്ഷിച്ച അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ശ്യാമു പറഞ്ഞ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. മതിയായില്ല. അതാ ഐസ്ക്രീം അല്ലേ തിന്നാൻ വന്നതാ. പൂരമൊക്കെ എന്തായാലും അവസാനിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.